ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. പരിക്കുകൾ വിടാതെ പിന്തുടരുന്ന സൂപ്പർ താരമാണ് നെയ്മർ ജൂനിയർ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് സമീപകാലത്ത് അദ്ദേഹത്തിന് കളിക്കാൻ കഴിയാറുള്ളത്. ഇതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരാറുണ്ട്. നെയ്മറുടെ കളിശൈലിയാണ് ഈ പരിക്കിന് കാരണമെന്ന് പലരും വിമർശിക്കാറുണ്ട്. മാത്രമല്ല നെയ്മറുടെ ജീവിത രീതിക്കെതിരെയും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഇപ്പോൾ ഏൽക്കേണ്ടി വരാറുണ്ട്. ഏതായാലും ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോ നെയ്മർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തിനാണ് നെയ്മറെ ഇങ്ങനെ അനാവശ്യമായി വിമർശിക്കുന്നത്? പരിക്കിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. അദ്ദേഹത്തിന്റെ ബോഡി ടൈപ്പ് അങ്ങനെയാണ് എന്നൊക്കെയാണ് റൊണാൾഡോ നസാരിയോ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ആർ9ന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർക്ക് ഞാൻ എൻ്റെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. എത്രയും പെട്ടെന്ന് അദ്ദേഹം പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് മടങ്ങി വരട്ടെ. ശരിയായ സമയത്ത് അദ്ദേഹം മടങ്ങി വരേണ്ടതുണ്ട്. ഞാൻ ഈയിടെ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതേ അവസ്ഥയിലൂടെയും സമ്മർദ്ദങ്ങളിലൂടെയും ഞാനും കടന്നുപോയ കാര്യം നെയ്മറോട് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ക്ഷമ ആവശ്യമാണ്. കാരണം ഒരു സീരിയസ് ഇഞ്ചുറി കാരണം 1 വർഷത്തോളം അദ്ദേഹം പുറത്തായിരുന്നു. പരിക്കുകൾ കാരണം നെയ്മറെ വിമർശിക്കുന്നത് ഞാൻ കണ്ടു. എന്തിനാണ് ഈ ഒരു അനാവശ്യ വിമർശനം? അദ്ദേഹത്തിൻ്റെ ബോഡി അങ്ങനെയാണ്. നെയ്മർക്ക് ആവശ്യമായ ഒരു സമയം നമ്മൾ നൽകേണ്ടതുണ്ട്. അടുത്ത വേൾഡ് കപ്പിൽ 100% ഓക്കെ ആയിക്കൊണ്ട് നെയ്മർ എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് റൊണാൾഡോ നസാരിയോ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നെയ്മറുടെ കാര്യത്തിലുള്ള ഏറ്റവും വലിയ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ചാലഞ്ച് അത് അടുത്ത വേൾഡ് കപ്പ് തന്നെയാണ്. കാർലോ ആഞ്ചലോട്ടി ബ്രസീലിൻ്റെ പരിശീലകനായിക്കൊണ്ട് എത്തിയിട്ടുണ്ട്. പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് അടുത്ത വേൾഡ് കപ്പിന് കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ മികച്ച രൂപത്തിൽ തയ്യാറെടുക്കുക എന്നുള്ളതിനാണ് ഇനി നെയ്മർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.